ഹായ്, എൻ്റെ അടുത്ത് ഒരു കുട്ടി വരികയുണ്ടായി. ആ കുട്ടി എന്നോട് പറഞ്ഞത്, എനിക്കൊരു ഫ്രീഡവും ഇല്ല മാം. എൻ്റെ പാരൻസ് എൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നു. ഞാൻ എപ്പോൾ ഉറങ്ങണം, ഞാൻ എപ്പോൾ എഴുന്നേൽക്കണം, ഞാൻ എവിടെ പോകുന്നു, എപ്പോൾ തിരിച്ചു വരും, എൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, ഞാൻ എന്ത് കഴിക്കണം, ഞാൻ എപ്പോൾ പഠിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് അവരാണ്. എനിക്ക് ശ്വാസം മുട്ടുന്നു മാം. എന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് കൗൺസിലിങ്ങിന് വേണ്ടിയാണ്. പക്ഷേ ഞാൻ പറയുന്നു, എൻ്റെ പാരൻസിനാണ് കൗൺസിലിംഗ് വേണ്ടത്. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് യെസ്, ശരിയാണോ എന്ന് പോലും തോന്നിപ്പോയി. യെസ്, ശരിയാണത്, ഒരു വിധത്തിൽ ശരിയാണ്. കാരണം ആ കുട്ടിയെ ചെറുപ്പം തൊട്ടേ ഒന്നിനും ഒരു ഫ്രീഡവും കൊടുക്കാതെ വളർത്തിയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നിരിക്കണം. എല്ലാത്തിലും ചെറുപ്പം തൊട്ടേ സ്പൂൺ ഫീഡിങ് ആയിരുന്നിരിക്കണം എന്നെനിക്ക് മനസ്സിലായി. അതായത് ആ കുട്ടിക്ക് തനിയെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നത് പാരൻസിന്റെ നിഗമനമാണ്. പക്ഷെ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ആ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുത്തു നോക്കിയാലല്ലേ നമുക്ക് അറിയുള്ളൂ അവൻ എന്തു ചെയ്യുന്നു, എങ്ങനെയാണ്. മേ ബി അവന്റെ തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റായി പോകാം, അവനതിൽ തോറ്റുപോകാം. എങ്കിൽ പോലും ഞാൻ പറയുന്നത്, തെറ്റുകളിൽ നിന്നും തിരുത്തി വരട്ടെ മക്കള്. അതിനൊരു ചാൻസ് ആ കുട്ടിക്ക് കൊടുക്കണ്ടേ നമ്മള്? അല്ലാതെ അവരെ പിടിച്ചിരുത്തി ഇങ്ങനെ ചെയ്യ അങ്ങനെ ചെയ്യ എന്ന് പറയാൻ, ഇറ്റ്സ് നോട്ട് എ ടോയ്. അവർ നമ്മുടെ സ്ലേവ്സുമല്ല. അത് മനസ്സിലാക്കണം പാരൻസ്. അവർക്ക് അവരുടേതായ ചിന്തകളും ആ വയസ്സിനനുസരിച്ച് എല്ലാ ഇതും അവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് അവരെ വളർത്തുകയാണ് വേണ്ടത് പാരൻസ്. എന്നാൽ മക്കളെ, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കൂ. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, നിങ്ങൾക്ക് എത്രത്തോളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നിങ്ങൾ എന്തെല്ലാമാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കേണ്ടതായ പുസ്തകങ്ങൾ, അതായത് സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കൂ. അതായത് പാരൻസിനെ റെസ്പെക്ട് ചെയ്യുക, വീട്ടിലെ ജോലികൾ കുറച്ചൊക്കെ നമ്മളും റെസ്പോൺസിബിലിറ്റീസും നമുക്ക് കുറച്ച് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് നോക്കണം, അവരെ കെയർ എടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ സാഹചര്യത്തിലും നമ്മൾ പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ പേരൻസിനും മനസ്സിലാവും, യെസ്, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ പ്രാപ്തയാണ്, അത് ചെയ്തു വരും, അവൾ എവിടെ പോയാലും വിജയിച്ചു വരും, എവിടെ പോയാലും ശരിക്ക് ജയിച്ചു വരും എന്നുള്ള ഒരു ചിന്ത, എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കേണ്ടത് മക്കളെ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇത് ഞാൻ പാരൻസിനോടും കൂടി പറയുകയാണ്. പാരൻസ് എന്ത് ചെയ്യാം, ചെറുപ്പം തൊട്ട് തന്നെ ബൗണ്ടറീസ് വെച്ച് അവർക്ക് ചില റെസ്പോൺസിബിലിറ്റികൾ കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അവരെ ഗൈഡ് ചെയ്ത് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അവർ അതിൽ പ്രാപ്തരാകും. അതുപോലെ തന്നെ നമ്മൾ വളർന്നു കഴിഞ്ഞതിന് ശേഷം അവരോട് അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണ്ട, അത് പാടില്ല, ഇത് പാടില്ല എന്ന് പറയേണ്ട ആവശ്യമേ നമുക്ക് വരുന്നില്ല. മക്കളെ, നിങ്ങളും തന്നെ പാരൻസും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.